രാജ്യത്തിന്റെ ഏറ്റവും വികാരപരമായ വിഷയങ്ങളിലൊന്നായ അയോധ്യയിലെ രാമക്ഷേത്രം വീണ്ടും വലിയ വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണങ്ങൾക്കിടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഫണ്ട് മോഷണത്തെക്കുറിച്ച് വിവരം അറിഞ്ഞിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വിവാദം എങ്ങനെയാണ് ഇത്രയും വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയത്? അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ നൽകുന്ന പണവും സ്വർണവും ഉൾപ്പെടെയുള്ള സംഭാവനകൾ പ്രത്യേക സംവിധാനത്തിലൂടെയാണ് ശേഖരിക്കുകയും ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഈ പ്രക്രിയക്കിടെയാണ് ചില ജീവനക്കാർ പണം തട്ടിയെടുത്തത് എന്നാണ്. CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും പരിശോധിച്ച ശേഷം നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് അന്വേഷണ വിധേയമായിരിക്കുന്നത്. ഇതിനിടെയാണ് ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ശ്രദ്ധേയമായ മറ്റൊരു വിവരം ഉയർന്നത്. അതായത് ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ട്രസ്റ്റിലെ ഉന്നത തലത്തിൽ പ്രശ്നത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന വാദം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: പ്രശ്നത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നെങ്കിൽ അതിനെ തടയാൻ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? അല്ലെങ്കിൽ വിവരം ലഭിച്ച ഉടനെ പോലീസിനെ അറിയിച്ചോ? ഇതൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നത്. ചമ്പത് റായുടെ നിലപാട് എന്താണ്? അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചതായാണ് റിപ്പോർട്ടുകൾ. മോഷണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ നടപടി സ്വീകരിച്ചുവെന്നും തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് നിരവധി നിർണായക ചോദ്യങ്ങൾ ചോദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സംഭാവനകൾ എങ്ങനെ സ്വീകരിക്കുന്നു? ആരാണ് എണ്ണുന്നത്? ആരാണ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നത്? ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം പരിശോധനകളാണ് നടക്കുന്നത്? ഈ മുഴുവൻ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് വിശദമായ വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയത്. ഇതിന്റെ മറ്റൊരു വലിയ സംഭവ വികാസം ഉണ്ടായി. വിവാദം ശക്തമായതോടെ ചമ്പത് റായിയെയും ട്രസ്റ്റി അനിൽ മിശ്രയും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതവർ കുറ്റം സമ്മതിച്ചതാണെന്ന് അർത്ഥമാകുന്നില്ല. പക്ഷേ പൊതുജന വിശ്വാസം നിലനിർത്തുന്നതിനായുള്ള ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് രാജിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ രാഷ്ട്രീയ വിവാദം ശക്തമാണ്. പ്രതിപക്ഷം സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണമെന്നും അവരുടെ ആവശ്യം. അതേസമയം BJPയും ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചിലരും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പറയുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെയും കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നതെന്നും അവർ ആവശ്യപ്പെടുന്നു. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് വലിയ തുക ഇതിനകം വീണ്ടെടുത്തതായി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുഴുവൻ പണവും എവിടെയെത്തി, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഇപ്പോഴും അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം അനുവദിക്കുകയും അന്വേഷണം വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചമ്പത് റായുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ, CCTV ദൃശ്യങ്ങൾ, ബാങ്ക് രേഖകൾ എന്നിവയെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക. അതിനാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അന്വേഷണം തുടരുകയാണ്. ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്, ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്തിമ കുറ്റവിമോചനമോ കുറ്റസ്ഥാപനമോ ഇതുവരെ കോടതിയിലൂടെ നടന്നിട്ടില്ല. അതിനാൽ അന്വേഷണത്തിന്റെ അന്തിമ ഫലമാണ് ഈ കേസിൽ നിർണായകമാവുക.